ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2024 ജൂൺ 21 എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ശ്വാസം നിന്ന് പോകുന്ന അനുഭവം. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാനേ പറ്റിയില്ല. പിന്നെ എനിക്ക് പിള്ളേരുടെ അടുത്ത് പോകേണ്ടി വന്നു, US പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ കുറെ ആ ബോഡിയിലും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം, പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫിസിക്കലായിട്ടുള്ള ചില അതൊക്കെ പറയാൻ മടിയാണ് എനിക്ക്, അന്നേരം പറയും, ചില ഡിസ്ചാർജുകളൊക്കെ ഉണ്ടായി. അപ്പൊ എന്നും എനിക്ക് മനസ്സിലായ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി 6 മാസം കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞിട്ടും എനിക്ക് പിന്നെ ഈ അന്നേരം അതിനുശേഷം ഞാൻ ഈ യൂട്യൂബിലൊക്കെ, എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഈ പ്രപഞ്ചമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റഡ് ആണ്. എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പിന്നെ ഈ യൂട്യൂബിൽ കൂടെ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ചക്ര മെഡിറ്റേഷനും അതും ഇതും എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഈ കുണ്ടലിനി വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും നടക്കുകയല്ലോ. കാരണം നമ്മളൊന്നും യോഗിയല്ലല്ലോ, നമ്മൾ ഹിമാലയത്തിൽ തപസ് ചെയ്യാനോ യോഗിയോ വെറും ഒരു വീട്ടമ്മയല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒന്നും സാധിക്കുകയല്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഭഗവാൻ എനിക്ക് മോക്ഷം വേണം. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുണ്ടലിനിയൊക്കെ ഉയരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ എനിക്കൊന്ന് വേണം, എനിക്ക് മോക്ഷം കിട്ടണം. പിന്നെ എന്റെ വലിയൊരു ആഗ്രഹം, എനിക്ക് സ്വയം ആഗ്രഹിച്ച് മരിക്കണം, എനിക്ക് മെഡിറ്റേഷനിൽ ഇരുന്ന് മരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം എനിക്ക്. ഞാൻ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അത് എനിക്ക് ആരോഗ്യത്തോടെ തന്നെ പോകണം. ഇങ്ങനെ വയസ്സായി കഷ്ടപ്പെട്ട ദുരിതാനുഭവിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒത്തിരി കഷ്ടപ്പെടാനൊന്നും ഇഷ്ടമില്ല. ഞാനൊരു കുറെയൊക്കെ ഞാൻ മടിച്ചിയാ ചില കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പെടാതെ ജീവിക്കാം, ഈസി ലൈഫ് അങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടക്കാറുണ്ട്. അതൊരു വലിയൊരു അനുഭവം പറയാം. എന്റെ രണ്ടാമത്തെ മോന്റെ വൈഫ്, മരുമകള്, അവൾക്ക് ട്വിൻസിനെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാനൊരു ട്വിൻസ് കുട്ടികളെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ അവൾ എന്റെ കൂടെ ഇറങ്ങിയിട്ട്, അവൾ എന്നിട്ട് ട്വിൻസ് കുട്ടികളെ കണ്ടു, ഭയങ്കര അവരെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ അപ്പൊ എന്നോട് പറയും, എനിക്ക് കൊച്ചിലേ ഇഷ്ടമാണ്, എനിക്ക് ട്വിൻസ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ആദ്യം പ്രഗ്നന്റ് ആയി ഒരു മോനുണ്ടായി. അപ്പൊ അവളുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവള് ട്വിൻസിന് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നേ പാടുള്ളതെന്ന് പ്രാർത്ഥിച്ചില്ല. അവരുടെ അച്ഛൻ ഈ ഇവള് രണ്ടാമത് അവൾക്ക് ട്വിൻസ് വേണം. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ട്വിൻസ് വേണം, അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ അമ്മയുടെ, മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും പ്രാണി ഹീലിംഗൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, 2 തരത്തില് ട്വിൻസ് ഉണ്ടാകാം. ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് IVF ഒക്കെ ചെയ്ത് ഉണ്ടാകാം, അതല്ലെങ്കിൽ മെഡിറ്റേഷനില് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ട് ഉണ്ടാകാം എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ചികിത്സയൊന്നും പറ്റുകയില്ല, അവളും ജോലിയൊക്കെ പോകുന്ന, ചികിത്സയൊന്നും പറ്റത്തില്ല, ചെലവുമല്ലേ, പൈസയും ചെലവാ, ബുദ്ധിമുട്ടും. അമ്മ പറയുന്ന മാർഗം എനിക്ക് വിശ്വാസം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോകുന്നു, അവൾക്ക് പരിചയമില്ലല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനും ചെയ്യാം, നീയും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് കുറെ ടിപ്സ് ഒക്കെ കൊടുത്തു. ഇങ്ങനെ ട്വിൻസ് ഉണ്ടാകാനായിട്ട്, 2 പെൺകുട്ടികൾ ഉണ്ടാകണം അതിനായിട്ട്. അപ്പൊ ഞാനും മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ നല്ല സോള്, നല്ല കുട്ടികള്, അങ്ങനെ നല്ല സോളിനെയൊക്കെ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നിയ പോലെയൊക്കെ കാണിക്കും. എന്നിട്ട് ഈ കുട്ടികളെ ഞാൻ വിഷ്വലൈസ് ചെയ്തു. ഭയങ്കര അതിശയായിപ്പോയി. 2 മാസം കഴിഞ്ഞ് അവള് പ്രഗ്നന്റ് ആയി, സ്കാൻ ചെയ്തിട്ട് ട്വിൻസായി. അങ്ങനെ 2 പെൺകുട്ടികളുണ്ട് എനിക്ക്, കൊച്ചുമക്കളായി. അതുപോലെ അത് ചെറിയൊരു വ്യത്യാസം വന്നു. എന്താന്ന് വെച്ചാല് ഞാൻ 2 പെൺകുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാന് അവർക്ക് പ്രൊട്ടക്ഷൻ ഇങ്ങനെ റേക്കി ഗർഭിണികളെയും പിന്നെ പ്രായമായവരെയും ഒരുപാട് ആരോഗ്യമില്ലാത്തവർക്കൊക്കെ ഞാൻ റേക്കിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കുട്ടികളെയൊക്കെ റേക്കിയൊക്കെ കൊടുത്ത് നമുക്ക് ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ കർമ്മക്കണക്ക് ഫീൽ ചെയ്ത് കളയാൻ പറ്റും. നമുക്കറിയാം, ഒരു കൊച്ചു കുട്ടിയെ പോലും ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഒരുപാട് കണക്കുമായിട്ടാണ് വരുന്നത്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി,
അപ്പൊ നമ്മൾ ആ ഗർഭത്തിൽ ഇരിക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം, അതിനോട് സംസാരിക്കാം. ഗർഭസംസ്കാരം എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഞാൻ ഈ കുട്ടികൾക്ക് കലാപരമായ കഴിവുണ്ടാകാൻ, പാട്ട് പാടാനുള്ള കഴിവുണ്ടാകാൻ, ബുദ്ധി ഉണ്ടാകാൻ, ഇങ്ങനെയൊക്കെ ഞാൻ ഈ കുട്ടികൾക്ക് ഉള്ളത് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ സങ്കല്പം കൊടുത്താൽ അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇവര് മെച്ചുറാകാൻ എന്ന് വെച്ചാൽ ഈ 2 കുട്ടികളെയും കൊണ്ട് അവള് വല്ലാതെ വിഷമിച്ചു, വയറിലൊക്കെ. അപ്പൊ വല്ല കുഴപ്പമില്ലാതെ പെട്ടെന്ന് മെച്ചുറായി പ്രസവിക്കണമല്ലോ. അതിനുള്ളതൊക്കെ നമ്മൾ റേറ്റ് കൊടുക്കാം. അതൊക്കെ കറക്റ്റായിട്ട് വരും. അതൊക്കെ എന്റെ അനുഭവമാണ്. അപ്പൊ 10-40 ദിവസം മുമ്പ് സിസേറിയൻ ചെയ്തെടുത്ത്, സിസേറിയൻ പോലും ഇല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരും. അവൾക്ക് മൂത്ത കുട്ടി ഉണ്ടായ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ ഇവരെ സിസേറിയൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക എന്നോട് പറയാം. അപ്പൊ അവൾ ആദ്യമേ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇതന്നെ കുട്ടിക്കളിയാണ്, അതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞമ്മേ, അവര് കേട്ടില്ല. ഞാൻ പറഞ്ഞു കുറെ ദിവസം മുമ്പാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് ഞാന് അങ്ങനെ ഫീൽ ചെയ്ത് ആ ഡോക്ടറെ ഫീൽ ചെയ്യും, ഇവളെയും ഫീൽ ചെയ്യും, കുഞ്ഞുങ്ങളെയും ഫീൽ ചെയ്യും. അങ്ങനെ ഒരു മെച്ചൂരിറ്റി ആക്കി എടുത്തിട്ട് ഇനി നീ ചെന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അവള് എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ നോക്കി, ഞാൻ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അത് പരിശോധിച്ചു, ഓക്കെ എന്നാ വേണ്ടെന്ന് പറഞ്ഞ അന്ന് എടുക്കാം. ഇങ്ങനെ ആ മൂത്ത കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ ആ സെയിം ഡേറ്റ് തന്നെ 3 പിള്ളേരും തിരുവോണമാണ്, മകരമാസത്തിൽ തിരുവോണം. മൂത്ത കുട്ടി താഴത്തെ ഫീസ്. അങ്ങനെ എടുത്തു. അപ്പൊ എനിക്ക് പെൺകുട്ടികളില്ല. അപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് പെൺകുട്ടികൾ വേണം എന്ന് ആഗ്രഹിച്ചിട്ട്, അവർക്ക് ആദ്യം ആൺകുട്ടി വേണം എന്ന് ആഗ്രഹിച്ചു. ഞാനെപ്പോഴും എല്ലാരോടും പറയും, ഗർഭത്തിന്റെ ആദ്യ 3 മാസം അവര് ലിംഗം തിരിയുന്നതിന് മുമ്പ് നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ അവരായി മാറും. നന്നായിട്ട് ചെയ്താൽ ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്റെ മൂത്ത മോനും 2ാമത്തെ മോനും ആദ്യത്തെ ആൺകുട്ടി വേണം അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്ത് ഈ പറഞ്ഞ 3 മാസത്തിന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യണം. ചെയ്യുമ്പോൾ അതേ കുട്ടിയാകാനാണ് 90% സാധ്യതയുണ്ട്. ഞാനത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചിലർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ട്വിൻസ് ഉണ്ടാകുന്നത് ഞാൻ ഒരു 3.5 കൊല്ലത്തോളം ഗൈഡഡ് മെഡിറ്റേഷൻ നടത്തിയ കൊറോണ കാലം. അപ്പൊ അതിനകത്ത് കുറെ പേര്, അതിനകത്ത് ഒരാളുടെ മകൾക്ക് കുട്ടികളില്ല, ഗൾഫിലാണ്, 6 കൊല്ലമായിട്ട് കുട്ടികളില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും അതുപോലെ ചെയ്തു. അത്ഭുതകരമായിട്ട് കുട്ടി ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞു. പ്രഗ്നന്റ് ആയി, കുട്ടിയായി, ചികിത്സയൊന്നും നടത്താതെ. അതൊരു വലിയ അനുഭവമാണ്. പിന്നെ വേറെ ഒത്തിരി ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം അതുപോലെ തന്നെ എന്റെ ഒരു ഗ്രൂപ്പിലുള്ള, ഞങ്ങളുടെ സീനിയേഴ്സ് ഗ്രൂപ്പിലുള്ള ഡോക്ടറുടെ ഭാര്യയാണ്. പുള്ളിക്കാരിയുടെ മകള് കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കും, കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ച് കല്യാണം പിന്നെ കഴിച്ചു. താല്പര്യമുള്ള ആളെ കണ്ടപ്പോ ഇത് കുട്ടി വേണ്ട എന്നായി അവരുടെ തീരുമാനം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടം, ഇങ്ങനെ കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞു. വയസ്സ് 10-39 ആയി, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇട്ട് തരാം. അതൊക്കെ ഇട്ട് തന്നപ്പം അവർക്ക് യോഗത്തിന് കുറവൊന്നുമില്ല, കുട്ടി ഉണ്ടാവാനുള്ള യോഗമുണ്ട്. പിന്നെ അവരുടെ ആ ബ്ലോക്ക് ആയിരിക്കുന്ന അവരുടെ ആഗ്രഹമില്ല കുട്ടികളുണ്ടാകാൻ. പിന്നെ നമ്മൾ ഫീൽ ചെയ്യും ആഗ്രഹം ഉണ്ടാകാൻ. അപ്പൊ ഫീൽ ചെയ്തത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, 40ാമത്തെ വയസ്സ് കുട്ടി ഉണ്ടാവും, നിങ്ങളുടെ മിടുക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അവരോടും ഞാൻ വിഷ്വലൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു. അവരും വിഷ്വലൈസ് ചെയ്തു. വിശ്വാസം, അവർ ക്രിസ്ത്യനാണ്, എന്നാലും എന്നെ വിശ്വാസമായതുകൊണ്ട് അവര് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. അങ്ങനെ അവര് പ്രഗ്നന്റ് ആയി, 40ാം വയസ്സിൽ ഒരാൺകുട്ടി ഉണ്ടായി. ഭയങ്കര അത്ഭുതമായിരുന്നു അവർക്ക്. പക്ഷെ നമുക്കറിയാം നമ്മൾ ചെയ്തതിന്റെയൊക്കെ റിസൾട്ടാണ്. അങ്ങനെ അതൊരു 40 വയസ്സാകുമ്പോ ഈ കുട്ടിക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഞാൻ റേറ്റ് കൊടുത്തോണ്ടിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിക്ക് ഒന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, മിടുക്കനായിരിക്കും എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ റേറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള, ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമുക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. അങ്ങനെ പിന്നെ എന്റെ അടുക്ക വരുന്ന മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു. അവര് ഇതുപോലെ പ്രഗ്നന്റ് ആവുന്നില്ല. അപ്പൊ അവരുടെ ഹസ്ബൻഡിനൊക്കെ ഒരു ഇച്ചിരി പിണക്കമൊക്കെ, പ്രഗ്നന്റ് ആകാത്തതിന്റെ ഒരു വിഷമവും, അവരുടെ വീട്ടിലൊക്കെ ഒരു ചെറിയ അസ്വാരസ്യം ഒക്കെ വന്നപ്പോ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഡൈവോഴ്സ് ചെയ്ത് പോവുക, എനിക്ക് മേല കുട്ടി ഉണ്ടാവുന്നില്ല, എന്തോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഡൈവോഴ്സ് ഒന്നും ചെയ്യണ്ട, കുട്ടിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു.
അപ്പൊ രാശി വെച്ചപ്പം ഞാൻ ചോദിച്ചു എന്താ ഓവുലേഷൻ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയപ്പോ എനിക്ക് വല്ലപ്പോഴും മെൻസസ് ആവുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാണോ. പിന്നെ ഞാൻ ആ കുട്ടിക്ക് റേറ്റ് ചെയ്ത് മെൻസസ് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുക്ക പോയി ചികിത്സിക്കുകയും കൂടെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ഏപ്രിൽ മാസം ഞാൻ പ്രഗ്നന്റ് ആവും. അപ്പൊ അതിന് വീട്ടിൽ പറയാൻ മേല, കാരണം ഈ ജ്യോതിഷം ഒന്നും നോക്കുന്ന വിശ്വാസം ഇല്ലല്ലോ. അപ്പൊ അത് പറഞ്ഞില്ല. അങ്ങനെ അത് ചികിത്സയ്ക്ക് പോയ ആശുപത്രി നിന്നുണ്ടെന്നു ചേച്ചി ഞാൻ ചികിത്സയ്ക്ക് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു ഈ മാസം കൂടെ കഴിഞ്ഞിട്ട് പോരായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു ചേച്ചി അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ കുട്ടി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ആ കുട്ടി ചികിത്സ ചെയ്യേണ്ടി വന്നില്ല. ആദ്യത്തെ ദിവസം ഒറ്റ ദിവസം കൊണ്ടുവന്നു ടീച്ചിങ് വന്ന് ഉടനെ അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന് അസ്വസ്ഥത വന്നു, അത് പ്രഗ്നന്റ് ആണ്. അങ്ങനെ കുട്ടി ഉണ്ടായി. അങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ റേക്കിയും പ്രാണിക് ഹീലിംഗും എന്താണ് ഡിഫറൻസ്? എന്താണ് ഡിഫറൻസ്? റേക്കി എന്ന് പറഞ്ഞാല് അത് ഡിവൈൻ എനർജിയാണ്, പരാശക്തിയുടെ എനർജി തന്നെയാണ്, അത് ക്രിയേഷൻ ആണല്ലോ. അതിനൊരു സ്വയം ബോധമുണ്ട് റേക്കി എനർജി. നമ്മൾ എത്ര കൊടുത്താലും ആ ബോഡിക്ക് കിട്ടേണ്ടതേ അത് എടുക്കും. പിന്നെ അത് എവിടെ ചെല്ലണോ, ഏത് ചക്രാസിൽ ചെല്ലണോ, ഏത് അവയവത്തിൽ ചെല്ലണോ അതിന് സ്വയം. റേക്കിക്ക് അങ്ങനെ ഒരു വലിയ ബെനിഫിറ്റ്. അതുകൊണ്ട് ഈ പ്രഗ്നൻസി ഉള്ളവരെയും പിന്നെ കൊച്ചു കുട്ടികളെയും ഒക്കെ ചെയ്യുന്നത് റേക്കി. പ്രാണി ഹീലിംഗ് അതല്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് ഓരോ ചക്രത്തിനും കളറുണ്ട്, ആ കളറാണ് ഈ പ്രാണി ഹീലിംഗ് കൊടുക്കുന്നത്. കളർ തെറാപ്പിയാണ്. കളറും കൊടുക്കണം. കളർക്ക് മൂലാധാരം ചുവന്നതാണല്ലോ, റെഡ് ആണല്ലോ. അപ്പൊ നമ്മളാ ഒരു ക്ഷീണിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോ ആ റെഡ് എനർജി നമ്മൾ കൊടുക്കണം. റെഡ് ലൈറ്റ് വൈറ്റ്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, റേക്കിയിൽ അങ്ങനെ കളർ ആവശ്യമില്ല. റേക്കി തന്നെ എല്ലാം അത് ചെയ്തോളൂ. അതിന് സ്വയം ബോധം ഉണ്ടായിരുന്നു. പ്രാണി ഹീലിംഗ് നമ്മൾ കൊടുക്കുന്ന ബോധം കൂടെ ചേർത്താണ്. അതിലും ഡിവൈൻ എനർജി ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മള് ഈ ഓരോ ചക്രാസിനും അതിന് പറ്റിയ കളറാക്കും. ഗ്രീനും ക്ലീൻ ചെയ്യാൻ ഗ്രീനൊക്കെ ഉപയോഗിക്കും. അങ്ങനെ അത് കളറും കൂടെയാണ്. അത് നമ്മൾ കൊച്ചു കുട്ടികൾക്കൊന്നും കൊടുക്കാറ്. കാരണം നമുക്ക് അറിയില്ലല്ലോ അവരത് ഡാമേജ് ആകുമോ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആണെങ്കിൽ പ്രാണി ഹീലിംഗ് വെറും വൈറ്റ് എനർജി വിട്ടേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ കളർ തെറാപ്പി ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ റേക്കിയാണ്. അന്നേരം റേക്കി അങ്ങനെയുള്ളവരെ റേക്കി. അത് റേക്കി ഉപയോഗിക്കുമ്പോ എന്നാന്ന് വെച്ചാൽ അവരുടെ കർമ്മക്കണക്ക് ഒക്കെ നോക്കിയാണ് അവർക്ക് ഫലം ഉണ്ടാവും. എല്ലാം പെട്ടെന്ന് ഫലം. പ്രാണി ഹീലിംഗ് ഇങ്ങനെയല്ല, റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മുടെ സങ്കല്പം കൂടെ അവിടെ ചെല്ലുന്നു. നമ്മുടെ എനർജി കൂടെ നമ്മുടെ സങ്കല്പം ചെയ്യും. അതുകൊണ്ട് പ്രാണി ഹീലിംഗ് നല്ലതെന്നല്ല, എല്ലാം നല്ലതാണ്. പ്രാണി ഹീലിംഗ് അങ്ങനെ യോജിച്ച് കൊടുക്കണം. പേഷ്യന്റിനെ നോക്കിയിട്ട് കൊടുക്കും. ഞാൻ അങ്ങനെ സാറിന് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ആശുപത്രി ചികിത്സയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത് ചെയ്യാറുണ്ട്, പ്രാണി ഹീലിംഗ് ചെയ്യാറുണ്ട്. കാരണം അതിനാരും ഇല്ലല്ലോ, അത് ചെയ്യാറുണ്ട്. പല നമുക്ക് ഈ കൊച്ചു കുട്ടികളെയൊക്കെ പലർക്കും പൊസഷനാണ്. നമ്മൾ സ്കൂളിലൊക്കെ ചെന്നാൽ നമുക്കറിയാം കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് പൊസഷൻ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അവരൊക്കെ അത്ര കഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ പഠിക്കാൻ പുറകോട്ടാവുന്നത്. ഈ ഓട്ടിസം ഇതെല്ലാം അങ്ങനെയൊക്കെ പൊസഷൻ ഉള്ള പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നോക്കുന്നവർക്കും ഒത്തിരി നെഗറ്റീവുകളുണ്ട്. ഈ ഓട്ടിസം ഒക്കെ കുറച്ചൊക്കെ പ്രാരാബ്ധ കർമ്മങ്ങളല്ലേ? അത് തന്നെയാണ്. അല്ലെ അങ്ങനെ വരില്ല. അച്ഛന്റെ അമ്മയുടെയും കർമ്മഫലം ഉണ്ട്, അച്ഛന്റെ അമ്മയുടെയും കർമ്മഫലം ഉണ്ട്, ആ കുട്ടിയുടെ കർമ്മഫലം ഉണ്ട്. അതുപോലെ തന്നെ പാണ്ട് അതൊക്കെ വരുന്നതൊക്കെ ഒരു ജന്മദോഷങ്ങളായി. അതൊന്നും രോഗമല്ല ശരിക്കും പറഞ്ഞു. അതൊരു കർമ്മക്കണക്കിന്റെ ഒരു അപ്പുറം ആ അവസ്ഥയാണ്.
മാഡം ഇനി ആ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാഡം ഇങ്ങനെ പറഞ്ഞു നമ്മൾ സംസാരിച്ചതൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ സോളാർ സിസ്റ്റം കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ട് പേടിക്കുമായിരുന്നു. കണ്ട് പേടിച്ച് ഞാനിങ്ങനെ വീടിന്റെ ഇതിലുള്ള അമ്പലത്തിൽ പോയി ഭസ്മം തൊടുകയൊക്കെ പാതിരാത്രിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിന്നെ തന്നെ പോവുകയും ചെയ്തു. പിന്നെ അത് കാണുന്നത് ഞാൻ മെഡിറ്റേഷനിലൊക്കെ ഇറങ്ങി സ്പിരിച്വാലിറ്റിയിൽ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു സിമിലർ എക്സ്പീരിയൻസ് മാഡത്തിന് ഉണ്ടെന്ന് അറിയാം. അതൊന്നും പറയാൻ പറ്റുമെന്ന് പറയാം. അത് എന്നാന്ന് വെച്ചാല് അത് ഞാൻ ആ മെഡിറ്റേഷൻ തുടങ്ങിയ കാലത്താണ്. എനിക്കപ്പം ഈ നോളജ് ഒക്കെ കേൾക്കുമ്പോ ഈ ഈശ്വരനെ ഓർത്താൽ മാത്രമേ പാപം ഭസ്മമാകുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ ഓർക്കാത്തവർക്ക് ഒന്നും കൊടുക്കില്ല. അത് ആ ഈശ്വരനാണ് എനിക്ക് വേണ്ട. എല്ലാവർക്കും കൊടുക്കുന്ന ഈശ്വരൻ, എല്ലാവരും ഓർത്തവർക്കും ഓർക്കാത്തവർക്കും ഒക്കെ എല്ലാം അനുഗ്രഹം കൊടുക്കുന്ന ഈശ്വരനെയാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പിന്നെ ആ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഞാനൊരു ദിവസം രാത്രി ഒരു വെളുപ്പിന് ഒരു 3 മണിയായപ്പോ ഉറക്കം. എന്ത് ചെയ്തിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റും. ഒരു നടുവിനൊക്കെ ഒരു വേദന പോലെ കിടന്നിട്ട്. അപ്പൊ എനിക്ക് തോന്നി കുറെ നേരം ഇങ്ങനെ അനങ്ങാതെ കിടന്നിട്ടായിരിക്കും എഴുന്നേറ്റ് ചുമ്മാ പൂജാമുറി പോയിരിക്കാം എന്ന് വിചാരിച്ചു. പൂജാമുറി പോയി ഇരുന്നു. എന്നിട്ട് ഈ ഫോട്ടോയിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങ് ഇരുന്നു. പെട്ടെന്ന് ഞാൻ വേറൊരു ലോകത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പില് ഒരു ടിവിയില് സൗരയൂഥം കാണുന്നു. ശരിക്കും സൗരയൂഥം നമ്മുടെ മുമ്പിൽ ഒരു ടി വി വെച്ചാൽ കാണുന്ന പോലെ ആ പൂജാമുറി ഞാൻ കാണുന്നു. അതില് എല്ലാ ഗ്രഹങ്ങളും കാണാം, എല്ലാം കൃത്യമായിട്ട് കാണാം. ശരിക്കും അങ്ങനെ കാണാം. അതേമാതിരി കാണാം. എന്നിട്ട് ഈ ഭൂമി ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ വെള്ളം ഒഴുകുന്നത്, കാറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കാണാം, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഈ 3D കാണുന്ന പോലെ ഭംഗിയായിട്ട് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ചില നോളജ് എന്റെ ഉള്ളിലേക്ക് വരുക. ആരാണോ ഈ കർമ്മനിയമം അനുസരിച്ച് പോകുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരാണോ ഈ കർമ്മ നിയമങ്ങൾ തെറ്റിക്കുന്നത്, ഇപ്പൊ കാറ്റ് നമ്മൾ ഇഷ്ടം പോലെ വായു ശ്വസിക്കുന്നു, അതിനൊരു കണക്കില്ലല്ലോ. നമ്മൾ ആരെങ്കിലും കണക്ക് വെച്ചിട്ടുണ്ടോ? വായുവിന്, വെള്ളത്തിന്, പ്രപഞ്ചം ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ എല്ലാം കർമ്മ നിയമം അനുസരിച്ചാ പോകുന്നത്. നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ദുരുപയോഗം ചെയ്യുക, ചൂഷണം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കർമ്മ നിയമം തെറ്റി. അപ്പൊ ആരാണോ കർമ്മ നിയമം തെറ്റി, ഇപ്പം മനുഷ്യരുടെ അവസ്ഥ എല്ലാവരും ഈ കർമ്മ നിയമം, പ്രപഞ്ച നിയമം തെറ്റിച്ചിട്ട് ആ ഒരു പടുകുഴിയിലാണ് കിടക്കുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അത് എങ്ങനെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. നമുക്ക് ഇങ്ങനെ നോളജ് ഇങ്ങനെ വരിക. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഞാൻ കൈ നീട്ടുക കുഴി കിടക്കുന്ന നിങ്ങളെ രക്ഷിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ ഓർമ്മിക്കാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ സ്വാർത്ഥനായതുകൊണ്ടല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുക. അതൊരു വലിയ തിരിച്ചറിവ്. അതിന് ഒരുപാട് അറിവുകൾ പിന്നെ എനിക്ക് ആ ഒരു കാഴ്ചയിൽ നിന്നും അന്ന് കിട്ടിയതിൽ നിന്നും പിന്നെ എനിക്ക് പിന്നീട് പല അവസരത്തിലും ആ അറിവ് കയറി വരുന്നുണ്ടായിരുന്നു. അതോടുകൂടി അവിടെ ആ ദൈവത്തിനെ ഞാൻ കാണുന്നു, ശബ്ദം കേൾക്കുന്നു ഒന്നുമില്ല. പക്ഷെ എന്റെ അറിവ് ഇങ്ങനെ വരും. അതിൽ നിന്ന് അറിവുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ടി വി കാണുമ്പോ കഥ മനസ്സിലാവുന്ന പോലെ എനിക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ അറിവ് വരുന്നു. ഞാൻ ഈ സൗരയൂഥം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതങ്ങ് മറഞ്ഞു പോയി. ഞാൻ ഉറങ്ങുമൊന്നുമല്ല. കണ്ണു ഉറങ്ങിയിരിക്കുക, ട്രാൻസ് സ്റ്റേജിലാണ്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ആ മെഡിറ്റേഷനിൽ പിന്നെയും പോവായിരുന്നു. അങ്ങനെ ആ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് കാര്യമുണ്ട്. എന്റെ മക്കളുടെ കല്യാണമാണെങ്കിലും എല്ലാം ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ അതും മെഡിറ്റേഷനും കൊണ്ടാണ് സാധിച്ചത്. എന്റെ 2 മൂത്ത മകന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കും. അവൻ അതുകൊണ്ട് നിരസിച്ചോണ്ടിരിക്കുക. അവൻ US രണ്ടാമത്തെ മോനാണെങ്കിൽ അവനൊരു ഇച്ചിരി ബഹളക്കാരനാണ്. അവന് എനിക്ക് അത്ര ഒരു ഇതില്ല. അവനെ വേഗം കല്യാണം കഴിപ്പിക്കണം എന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാന് ഒരു കുറി കിട്ടി. അതിനകത്ത് ഒരു സൈഡില് അവരുടെ മകന്റെയും മറ്റേ സൈഡിൽ അവരുടെ മകളുടെയും കല്യാണം ഒന്നിച്ചൊരുക്കുകയാണ്. അത് കണ്ടപ്പോ എനിക്കൊരു എന്റെ മക്കളെ ഇങ്ങനെ നടക്കും എന്നൊരു ആഗ്രഹം തരും. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് ആഗ്രഹിച്ചു ഞാനിങ്ങനെ കുറി അടിക്കുന്നൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പം എന്റെ മൂത്ത മോന്റെ സ്വഭാവം ശിവനും പാർവതിയും പോലെ ആയിരിക്കണം, രണ്ടാമത്തെ മോന് രാധയും കൃഷ്ണനും പോലെ ആയിരിക്കും എന്ന്
അങ്ങനെ ആ പടം വരെ പ്രിന്റ് ചെയ്ത് അങ്ങനെ കുറി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ ജാതകമൊക്കെ മേടിക്കലും നോക്കലും എല്ലാം കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോ രണ്ടാമത്തെ കല്യാണം എന്റെ കൂടെ പഠിച്ച ഒരു ആളുടെ മോള് ജോലി കിട്ടിയെന്നൊക്കെ അറിഞ്ഞു. ഞാൻ പതുക്കെ അത് ആലോചിക്കാം. അപ്പൊ എന്റെ മോന് 24 വയസ്സേ ഉള്ളൂ, രണ്ടാമത്തെ മോന്. അപ്പൊ എന്നാ അവനൊരു വലിയ കമ്പനിയിലോട്ട് ജോലി മാറി കിട്ടിയപ്പോ ഇനി ഇവനെ ഇങ്ങനെ തന്നെ വിട്ടാ ഒക്കത്തില്ല എന്ന് വിചാരിച്ച് അവന് എത്രയും വേഗം കല്യാണം കഴിച്ചു. അവര് വാശിക്കാരൻ, എന്തെങ്കിലും തോന്നൽ വന്ന ക്രൈസ് വന്ന, കുറച്ചെന്റെ സ്വഭാവം അതാണ്, ക്രൈസ് വന്ന പിന്നെ അത് നേടിയ അടങ്ങും. അതൊരു നേച്ചർ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് അവനെ ഇച്ചിരി പേടിയായി. അപ്പൊ ഞാന് ആ എന്റെ കൂടെ പഠിച്ച ആളോട് വിളിച്ചു, എന്താ നിങ്ങളെ മോളെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറയോ അവള് ജോലിയൊന്നും ആയിട്ടില്ല, ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട്, അത്രേ ആയിട്ടുള്ളൂ. പറഞ്ഞു ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. രാധ കഴിഞ്ഞതാ, ബാക്കി നമുക്ക് നോക്കാം. അതിനെന്താ, രാധയാകുമ്പോ എനിക്ക് വിശ്വാസമല്ലേ, ഇപ്പൊ മോളെ കൊടുക്കുമ്പോ നമുക്ക് അറിയാവുന്നിടത്ത് കൊടുക്കുന്ന വിശ്വാസമല്ലേ, ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞു. ജാതകം തന്നു, ജാതകമൊക്കെ ചേരും, എനിക്ക് നോക്കാൻ അറിയാലോ, ജാതകമൊക്കെ ചേരും. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി പെണ്ണ് കാണാം. അപ്പൊ ഇവള് ട്രെയിനിങ്ങിന് പോണതിന് പോയി കാണണം. അവൻ പറഞ്ഞു ഞാൻ എന്നാ പേര കാണാം, എന്നെ പിടിച്ചിങ്ങനെ ചേട്ടനിരിക്കുമ്പോ എന്നെ പിടിച്ച് കല്യാണം കഴിക്കും. എടാ 2 കൊല്ലം മതി, കഴിഞ്ഞ് കല്യാണം നടത്താം, എനിക്കൊന്ന് വാ എന്റെ കൂടെ, ഞാൻ വാക്ക് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചോണ്ട് പോയി. അവളോട് സംസാരിച്ചിരുന്നപ്പോ അവര് തന്നെ സന്തോഷമായിട്ട് കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമായി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് മതി എന്ന് വെച്ചോണ്ടിരുന്നു. പക്ഷെ ഇവര് പിന്നെ ഫോൺ സംഭാഷണമായി അതായതായി കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്തവന് ഉടനെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ ഇവര് നിൽക്കുകയല്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ മൂത്തവന് വേണ്ടി പിന്നെ അത് പിന്നെ അവനെ ഇവിടെ വരുത്തിയതും ഒക്കെ വിഷ്വലൈസേഷന്റെ ഒരു ശക്തിയാണ്. പിന്നെ അവനെ ഇവിടെ വരുത്തി 1 മാസം കൊണ്ട് കല്യാണം ആലോചിച്ച് റിട്ടയർമെന്റിന് മുമ്പ് ഇവരുടെ കല്യാണം കഴിയണം. സർവീസ് ഇരിക്കുമ്പോ തന്നെ കല്യാണം നടത്തണം. അത് എങ്ങനെ കല്യാണം നടത്തണം അങ്ങനെയൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യും. പിന്നെ പാർട്ടി നടത്തുന്നു, ഇതുമെല്ലാം പാർട്ടി എല്ലാം നടന്നു. 2 പേരുടെ പാർട്ടിയൊക്കെ ഒന്നിച്ച് നടന്നു, കല്യാണം നടത്തി.